വോട്ട് ചോരിയിൽ രാഹുൽ ഗാന്ധിയുടെ ബൾക്ക് വോട്ട് എന്ന വാദം തെറ്റെന്ന റിപ്പോർട്ട്. ഹോട്ടലിൽ 2 അഡ്രസ്സുകളിൽ നിരവധി വീടുകൾ, വലിയ പ്ലോട്ട് ആയതുകൊണ്ട് പല വീടുകൾക്ക് ഒരേ മേൽവിലാസം, എല്ലാവരും വോട്ട് ചെയ്തെന്നും കണ്ടെത്തൽ. അർജുനുണ്ട് വിശദവിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി. അർജുൻ, ഇതുമായി ബന്ധപ്പെട്ട ഒരേ അഡ്രസ്സിൽ ഒരേ മേൽവിലാസത്തിൽ നിരവധി പേർ വോട്ട് ചെയ്തു എന്ന് പറയുന്നത് തെറ്റാണ് എന്നാണല്ലോ സ്ഥാപിക്കുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? മോത്തി, ഹരിയാനയിലെ ഈ ഹോട്ടൽ എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ അവിടെ ഗുദ്രാന എന്ന ഗ്രാമത്തിൽ ഹൗസ് നമ്പർ 150-ൽ 66 വോട്ടർമാരുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് രാഹുൽ ഗാന്ധി ഇന്നലെ ഈ വോട്ടർ പട്ടികയൊക്കെ എടുത്ത് ആരോപിച്ചിരുന്നത്. പക്ഷേ ഈ ചില ഇംഗ്ലീഷ് മാധ്യമങ്ങളും അതുപോലെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ ഈ സ്ഥലത്ത് പോയി ഒരു അന്വേഷണമൊക്കെ നടത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങൾ. അതായത് ഈ ബൾക്ക് വോട്ടെന്നുള്ള ആരോപണം, വാദം അത് തെറ്റാണ്. ഈ ഡൽഹിയിലൊക്കെ ഉണ്ടാകുന്ന പോലെ തന്നെ ഒരു വലിയ പ്ലോട്ടിൽ നിരവധി വീടുകൾ ഉണ്ടാവാറുണ്ട്. അത്തരത്തിലൊരു സംഭവമാണ് ഈ ഗുദ്രാന എന്ന് പറയുന്ന സ്ഥലത്ത്, ഗ്രാമത്ത് ഹൗസ് നമ്പർ 150-ലും നടത്തിയിരിക്കുന്നത്. ആ ഒരു പ്ലോട്ടിന് ഹൗസ് നമ്പർ 150 എന്നുള്ളൊരു നമ്പറും അതുപോലെ ഒരു മേൽവിലാസവുമാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ അവിടെ നിരവധി വീടുകളുണ്ടായിരുന്നു. അവിടെ ഇത്തരത്തിൽ ആളുകൾ 66-ലധികം ആളുകൾ ഉണ്ടായിരുന്നു. ഇതിൽ എല്ലാവരും ഈ 66 പേരും വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് നിലവിൽ അന്വേഷണത്തിലൂടെ വ്യക്തമായിരിക്കുന്നത്. മാത്രമല്ല മറ്റിടങ്ങളിലും സമാനമായിട്ട് തന്നെ 500-ലധികം ആളുകൾ ഒരേ അഡ്രസ്സിലൊക്കെ ഉണ്ടായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. എല്ലായിടത്തും അന്വേഷണം നടന്നിട്ടില്ല. പക്ഷേ ഈ ബൾക്ക് വോട്ടുകൾ ഒരുപാട് നടന്നു എന്ന് പറയുന്ന ഒരു ആരോപണമുണ്ട്. 19 ലക്ഷത്തിലധികം ബൾക്ക് വോട്ടുകളാണ് നടന്നിരിക്കുന്നത്. അതിൽ പലയിടത്തും യഥാർത്ഥത്തിൽ ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയൊന്നും വോട്ട് ചോരി നടന്നിട്ടില്ല എന്നുള്ള കണ്ടെത്തൽ കൂടി ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. തീർച്ചയായിട്ടും ഈ വോട്ട് ചോരി നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു കാര്യം പറയണമെങ്കിൽ അതിന് CCTV ദൃശ്യങ്ങളടക്കം ലഭിക്കണം. അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുകയുമില്ല. എന്തായാലും വാദങ്ങളും അതുപോലെ ആരോപണങ്ങളും വിമർശനങ്ങളും രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷവും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് വരും ദിവസങ്ങളിലും തുടരുമെന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളും വിലയിരുത്തുന്നത്.